സിനിമാ ലോകം എല്ലായ്പ്പോഴും താരങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞതാണല്ലോ. കരിയറിൽ ഒന്നാമതെത്താനുള്ള മത്സരത്തിനിടെ അഭിനേതാക്കളുടെ ഇടയിൽ തീവ്രമായ മത്സരങ്ങൾ നടക്കും. ഇത് പിന്നീട് വ്യക്തിജീവിതത്തിൽ വലിയ ശത്രുക്കളായി ഇവരെ മാറ്റും. അത്തരത്തിൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ സ്റ്റാർ ഫൈറ്റുകളിൽ ഏറെ വിവാദമായ ഒന്നായിരുന്നു നയൻതാര തൃഷ ബന്ധം. സിനിമയിൽ ഏകദേശം 2 പതിറ്റാണ്ട് പിന്നിട്ട നടിമാരാണ് തൃഷയും നയൻതാരയും. ഏകദേശം ഒരേ കാലഘട്ടത്തിൽ സിനിമാ രംഗത്തേക്ക് വന്ന ഇരുവരും താരറാണിമാരായി മാറി. ഇക്കാലയളവിനിടയിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന പല നടിമാരുടെയും ഗ്രാഫ് ഇടിഞ്ഞു. ചിലർ സിനിമാ രംഗം വിട്ടു. എന്നാൽ നയൻതാരയും തൃഷയും ഇന്നും അവരുടെ ഇരിപ്പിടം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. വർഷങ്ങൾക്കിപ്പുറവും താരപദവിയിൽ നിൽക്കുന്ന ഇരുവരും തമ്മിൽ എന്നാൽ വർഷങ്ങളായത്ര നല്ല ബന്ധത്തിലല്ല. 2000ങ്ങളുടെ അവസാനത്തിൽ വിജയ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ നയൻതാര ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. തൃഷയുമായി തനിക്ക് സൗഹൃദമില്ലെന്നാണ് നയൻതാര അന്ന് പറഞ്ഞത്. തൃഷ, ശ്രേയ ശരൺ തുടങ്ങിയവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളല്ലേ, അതേക്കുറിച്ച് പറയൂ എന്നതായിരുന്നു അവതാരകന്റെ ചോദ്യം. സുഹൃത്തുക്കളല്ല, സുഹൃത്ത് എന്നത് വലിയ വാക്കാണ്. അവർക്കൊന്നും വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റില്ല. എനിക്കവരെ അറിയാം. പക്ഷേ ഞങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. സ്ത്രീകൾ തമ്മിൽ ചേരില്ല എന്ന് പറയാറില്ലേ, അതുപോലെ എനിക്കവരോട് ഒരു പ്രശ്നവുമില്ല. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ അവരോട് സംസാരിക്കില്ല. അങ്ങോട്ട് പോയി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൻ തയ്യാറല്ലെന്നും നയൻതാര വ്യക്തമാക്കി. തൃഷയും ഞാനും തമ്മിൽ പ്രശ്നമാണെന്നും സംസാരിക്കാറില്ലെന്നും പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നു. എന്നാൽ പത്രത്തിൽ വരാൻ മാത്രം പ്രശ്നമൊന്നുമില്ല. ഒരുപക്ഷെ ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമായിരിക്കില്ല. അവർക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ എനിക്കും ഇഷ്ടമല്ല. അതിനപ്പുറം ഒന്നുമില്ലെന്ന് നയൻതാര അന്ന് വ്യക്തമാക്കി. ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും തൃഷ അതെല്ലാം മറന്ന് തന്നോട് വന്ന് സംസാരിച്ചെന്നും അത് വലിയ ക്വാളിറ്റിയാണെന്നും ആ ക്വാളിറ്റി തനിക്കില്ലെന്നും നയൻതാര മുൻപ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. നയൻതാര ലേഡി സൂപ്പർ സ്റ്റാറായി സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വളർന്നപ്പോൾ സൗത്ത് ഇന്ത്യൻ ക്യൂൻ എന്ന വിശേഷണത്തിന് തൃഷ അർഹയായി. 41ലും അത്ഭുതപ്പെടുത്തുന്ന തൃഷയുടെ സൗന്ദര്യവും അഭിനയവും തന്നെയായിരുന്നു അതിന് കാരണം. ഒരു സമയത്ത് തൃഷയുടെ കരിയർ ഗ്രാഫ് ഒന്ന് ചെറുതായി പതറിയെങ്കിലും 96 എന്ന ചിത്രത്തിലൂടെ കുതിച്ചു കയറി. തുടർന്ന് ചെയ്ത സിനിമകൾ ഓരോന്നും സൂപ്പർ ഹിറ്റായിരുന്നു. പൊന്നിയിൻ സെൽവൻ ചിത്രങ്ങൾ തൃഷയുടെ താരപദവി വാനോളം ഉയർത്തി. അതിനുശേഷം ലിയോ എന്ന സിനിമയുടെ വൻ വിജയം മാർക്കറ്റ് വാല്യൂ കൂട്ടി. RJ ബാലാജി സംവിധാനം ചെയ്ത ചിത്രം മൂക്കുത്തി അമ്മനാണ് നയൻതാരയുടെ വരാനിരിക്കുന്ന ചിത്രം. 2020 പുറത്തിറങ്ങിയ ചിത്രം മൂക്കുത്തി അമ്മന്റെ 2ാം ഭാഗമാണിത്. സംവിധായകൻ സുന്ദർ സിയുടെ സംവിധാനത്തിലൊരുങ്ങുന്ന ചിത്രത്തിൽ നയൻതാര ടൈറ്റിൽ ക്യാരക്ടറിലാണ് എത്തിയിരിക്കുന്നത്. 1ാം ഭാഗത്തേക്കാൾ നയൻതാരയുടെ തകർപ്പൻ പെർഫോമൻസ് കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്.